ഇതിൽ ഞാൻ കണ്ടതിൽ വെച്ച് അനുമോളാണ് വിന്നർ എന്ന് പറയുമ്പോൾ അനീഷ് വരെ ഓക്കെ ഒരു ചിരിയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. കാരണം എന്തും സംഭവിക്കാമെന്ന് അനീഷും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ വിജയ് ആരാണെന്ന് ചോദിച്ചാൽ പറയുന്നത് അനീഷ് എന്നാണ്. അനുമോളായാലും അനീഷായാലും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരുന്നു. കാരണം രണ്ടുപേരും ഡിസേർവിംഗ് ആയിരുന്നു. പക്ഷേ അവിടെ ഈ ശൈത്യയാണ് ഞാൻ എടുത്തു പറയാൻ സാധിക്കുന്നത്. ശൈത്യയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഒട്ടും രസിച്ചിട്ടില്ല ശൈത്യക്ക് അനുമോൾ വിജയമായത്. കാരണം ശൈത്യ ഇതിന് തൊട്ട് മുമ്പായിട്ടുള്ള ലാസ്റ്റ് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുമോൾ എന്തായാലും കപ്പടിക്കില്ല, അത് അനീഷേട്ടന് കിട്ടാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഷാനവാസ് എന്തായാലും അനുമോൾക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. അതായത് എനിക്ക് കിട്ടാത്തൊരു സാധനം മറ്റാർക്കും കിട്ടുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ, മറ്റാർക്കും അല്ല അനുമോൾക്കും കിട്ടിക്കൂടാ എന്നുള്ള രീതിയിലാണ് ശൈത്യയുടെ പെരുമാറ്റം. ശൈത്യ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം അവർക്ക് ആ പേര് ശരിക്കും ശൈത്യക്ക് സൂട്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസ് ആയാലും അനീഷായാലും ഓരോ വീഡിയോയിൽ എടുത്ത് പറയുകയാണ് ഇവർ രണ്ടുപേരും വിജയികൾ തന്നെയാണ്. എന്തുകൊണ്ടും ഈ സീസൺ 7 എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ഷാനവാസ് അനീഷും. അനീഷാണെങ്കിൽ ആരെയും പേഴ്സണലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഷാനവാസ് ആണെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഇടപെട്ടത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അനുമോളുടെ വിജയത്തിൽ സന്തോഷിച്ച കുറച്ച് പേരുണ്ട്. ലക്ഷ്മി, പ്രണവ്, ജിഷിൻ, അങ്ങനെ കുറച്ച് പേര്, ഒന്നിലൊക്കെ മസ്താനൊക്കെ നന്നായിട്ട് സന്തോഷിച്ചിരുന്നു. പക്ഷേ ഇഷ്ടമല്ലാത്ത രീതിയിൽ മുഖത്ത് തന്നെ പ്രകടമായതൊന്നും ചെയ്തേക്കും. പിന്നെ അതുപോലെ തന്നെ ആദില നൂറം സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വലിയൊരു സന്തോഷം, ഒരു ദുഃഖമുള്ളിലുള്ളൊരു സന്തോഷം. കാരണം ടോപ്പ് 5 എത്തേണ്ടതായിരുന്നു, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇവിടെ ഇങ്ങനെ എത്തിയില്ലേ എന്നുള്ളൊരു സങ്കടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.